ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ വളരെയധികം സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയായിരുന്നു അന്ന്. അപ്പം വീഡിയോ ഞാൻ കുറേ നാളുകൊണ്ട് എടുത്തു വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ അതിന് സൗണ്ട് കൊടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് താമസിച്ച് പോയത്. അപ്പോൾ ഞാൻ വെച്ച് ഇന്ന് ആ ഒരു കാര്യം എല്ലാം ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അഭിമോനെ വിദ്യാരംഭത്തിന് കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങൾ മേടമാസം 1 വിഷുവിൻ്റെ അന്നാണ് മോനെ അമ്പലത്തിൽ കൊണ്ടുപോയി എഴുതിച്ചത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കൊണ്ടുപോയാണ് കുഞ്ഞിനെ എഴുതിച്ചത്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയ അമ്പലം എന്ന് പറയുമ്പോൾ പുന്നല അമ്മൂമ്മ കൊട്ടാരം എന്ന് പറയുന്നൊരു അമ്പലത്തിലാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നൊരു അമ്പലമാണ് കേട്ടോ. അന്ന് ആ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞിനെ ചോറ് കൊടുക്കാനും മറ്റു കുഞ്ഞുങ്ങൾക്ക് എഴുതിക്കാനൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു തിരക്കുണ്ടായിരുന്നു. അപ്പം രാവിലത്തെ ആ ഒരു നിവേദ്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുതിക്കൂ എന്ന് നേരത്തെ ഞങ്ങളുടെ അവിടുത്തെ ക്ഷേത്രത്തിലെ ആൾക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഞങ്ങൾ ഏകദേശം പറയുകയാണെങ്കിൽ 9:30 കൂടിയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവിടെ ചെന്നപ്പോൾ 10 മണിയായി. അപ്പം വലിയ തിരക്കൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എഴുതിക്കാനും ചോറ് കൊടുക്കാനായിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ആ ക്ഷേത്രത്തിലെ ആൾക്കാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ അവിടെ ചെന്ന സമയത്ത് ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അതിന് ശേഷമാണ് മോനെ എഴുതിച്ചത്. പാൻറ്റും ഉടുപ്പൊക്കെ മാറ്റിയിട്ട് നേരിയതാണ് എടുത്ത് കൊടുത്തത്. നേരിയതൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് ക്ഷേത്രത്തിലെ ആൾക്കാർ നേരത്തെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പോയത്. പിന്നെ അമ്പലത്തിൽ ചെന്നിട്ട് ഉടുപ്പും പാൻറ്റൊക്കെ മാറ്റിയിട്ട് നേരിയത് എടുത്ത് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തിരുമേനി ഇങ്ങനെ പുണ്യാഹമൊക്കെ ദേഹത്ത് ഇങ്ങനെ തളിക്കുന്നുണ്ടായിരുന്നു. സത്യം പറയുകയാണെങ്കിൽ മോന് ഭയങ്കര അത്ഭുതമാണ്. ഇവിടെ എന്താണ് നടക്കുന്നത് എന്ന് അവൻ അറിയുന്നില്ലല്ലോ. എന്താണ് ഇത്രയും പേര് എന്തെങ്കിലും കൂടി നിൽക്കുന്നത്, ഇവിടെ എന്തുവാണ് സംഗതി നടക്കുന്നത്, ഒരു ഐഡിയ അവനിലില്ല. അവൻ ആകെ പേടിച്ച് നിൽക്കുകയാണ്. കരയണമെന്നും കരയേണ്ടെന്നും പറയുന്ന ഒരു അവസ്ഥയിൽ അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ തിരുമേനി നേരെ മടിയിലേക്ക് വെച്ച് അങ്ങനെ ഞങ്ങൾ അഭിമോൻ ആദ്യമായി ആദ്യാക്ഷരം കുറിച്ചു. വളരെയധികം സന്തോഷമുള്ള ദിവസമായിരുന്നു അന്ന്. ഞങ്ങൾ അഭിമോൻ ആദ്യമായിട്ട് ആദ്യാക്ഷരം കുറിച്ചിട്ടുണ്ട്. അതിനുശേഷം തിരുമേനി ഞങ്ങളെ കയ്യിൽ നിന്നൊരു സ്വർണ്ണ മോതിരം വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഉരച്ചിട്ട് നാവിൽ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോനെ ഞങ്ങൾ വാങ്ങിച്ച് മോൻ്റെ കൈ കൊണ്ട് തന്നെ തിരുമേനിക്ക് കൈനീട്ടമൊക്കെ കൊടുത്തു. ഇപ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ നേരത്തെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒക്ടോബറിലാണ് വിദ്യാരംഭത്തിൻ്റെ ചടങ്ങ് നടക്കുന്നത്. പക്ഷേ ആ സമയത്ത് സെക്കൻഡ് ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് അമ്പലത്തിൽ പോകാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചത്. ആദ്യാക്ഷരമൊക്കെ കുറിച്ചതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ ഒട്ടും തിരക്കില്ല. പക്ഷേ ആ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ആൾക്കാരൊന്നും കാണുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും അകത്ത് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ വെളിയിലിറങ്ങി ചെരുപ്പും ഉടുപ്പും ഒക്കെ ഇട്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ അമ്പലത്തിന് ചുറ്റും റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ അത്രയും റബ്ബർ തോട്ടത്തിനിടയിൽ അത്രയും ഫേമസ് ആയിട്ട് നിൽക്കുന്ന അമ്പലമാണ്. ഞങ്ങൾ കൂടെ പോകുന്നൊരു അമ്പലം കൂടിയാണ്. പിന്നെ ഞങ്ങൾ വന്ന സമയത്ത് തന്നെ അവിടെ നേർച്ച പൊങ്കാല നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവർ പ്രസാദമൊക്കെ തരുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് കഴിച്ചു. ആദ്യാക്ഷരമൊക്കെ കുറിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ അച്ഛനും മോനാണ് ഫ്രണ്ടിൽ നടന്നു പോകുന്നത്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.